അനന്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ്. കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ, പാട്ടൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അങ്ങനെ പോണു. फ्रिकी, यस ब्रो। वो टेबल जरा साफ करो और उनका ऑर्डर ले लो. टेबल नंबर 5 में देखो उनको क्या चाहिए. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? അയലമത്തി ചൂരക്കാരി കണവക്കൽമീൻ കൂരിക്കരിമീൻ വറ്റവാല ബ്രാൽച്ചുര ഐക്കൂറാന്ന തോലി. 2 നെയ്മീൻ എടുക്ക്, 2 നെയ്മീൻ, പിന്നെ ഒരു ഫിഷ് കറി, ഫിഷ് കറി, പിന്നെ ഊണ്. താങ്ക് യു. हाँ ऑर्डर ചെയ്തോ? യാ ജസ്റ്റ്. ഇത് എൻ്റെ വൈഫാണ്. കല്യാണം കഴിച്ചോ? ആ, ഇതെപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ കോൺഗ്രാറ്റ്സ്. അപ്പൊ ഇന്നത്തെ ഊണ് എന്റെ വക. അതൊന്നും വേണ്ട. നടക്കട്ടെ. ശരി. അതെ, ബില്ല് അവിടെ കൊടുത്താൽ മതി. ഓ Hey Bradley, what's up man? Oh, I can't make in August, yeah. September for sure. Yeah. You want me to send those on files to you? Okay, I'll mail you tonight. Cool. Take care. Bye. Cheers. ഹലോ താനാരാ? Who are you? ഞാനാരാ? ആന്റി. മിഴിയോരം നനഞ്ഞൊഴുകും മൂക്കിൽ മാലകളോ. ഹലോ. ഹലോ, എപ്പോഴാ എത്തിയത്? ഇന്ന് രാവിലെ യങ് ലേഡി. ഇതെങ്ങനെ ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അവളൊക്കെ വെറും ബേസ്റ്റ്. ഒന്ന് പോടാ. മിനമോ, ഓ എന്തായി? കെട്ടിയോ വന്നോ? അതോ ഇത്തവണ പറ്റിച്ചോ? ഓ, ആതിരയുടെ അവള് മുകളിലുണ്ട്. ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരാം. ഇത് മൈക്കിൾ, എന്റെ ഫ്രണ്ടിന്റെ മോനാ. ആദിയുടെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. US-ലാ. ഈ ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവരൊരുമിച്ച് പഠിച്ചവരാ. മൈക്കിൾ US-ൽ പോകുന്നവരെ അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചോ? പതുക്കെ, ഞാൻ പ്രഗ്നന്റാ. ഞാൻ അറിഞ്ഞു നീ ഇങ്ങനെ ഒരു പണിയൊപ്പിച്ചത്. അതിനെങ്ങനെയാ? 6 മാസമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് കക്ഷി. എന്താ പേര്? അനന്ത് എബ്രഹാം. ഐ എം മൈക്കിൾ. എന്ത് ചെയ്യുന്നു? ഐ എം എ മ്യൂസിഷ്യൻ. ഓ നൈസ്. ഓൺ ദ റോക്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, അടിക്കാറുണ്ട്. അതല്ലടാ, ഇവരുടെ മ്യൂസിക് ബാൻഡിന്റെ പേരാ. ഹീസ് എ ലീഡ് വോക്കലിസ്റ്റ്. ഐ എം സോറി, ഞാൻ ഈ മ്യൂസിക് സീനൊന്നും അധികം ഫോളോ ചെയ്യാറില്ല. ഏതായാലും എന്റെ ചാൻസ് അടിച്ചെടുത്തല്ലോ. താൻ എങ്ങനെ വളച്ചെടുത്തു? ഇവളുടെ ഒരു ടൈപ്പ് പോലും അല്ല താൻ. അറിയാം, അവർക്ക് പൊക്കമുള്ളവരെ ഇഷ്ടം. അതെ, നമ്മുടെ പ്ലാൻ എന്താ? ആന്റി, ഇന്ന് വൈകുന്നേരം എൻ്റെ പുതിയ ആൽബം ലോഞ്ച് ഉണ്ട്. ആന്റി വരണം. ഞാൻ എന്തായാലും വരാം. പിന്നെ കൂടെ ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം. എന്റെ ഫ്രണ്ട് ബീനയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാം. ആണോ? അപ്പോൾ ഓക്കെ. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാം. ചായ വേണ്ടേ? വേണ്ട. അവന് നല്ല ജലസി ഉണ്ടല്ലേ? നീ പറഞ്ഞോണ്ടാ ഞാൻ ഓവറാക്കിയത്. പാവൻ ചെക്കൻ. സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ ഞാൻ ഇന്നും കാണാൻ തുടങ്ങിയതല്ലോ. ഐ കൻ സീ ദാറ്റ് ഇൻ യുവർ ഐസ് വെൻ യു ലുക്ക് അറ്റ് ഹിം. One selfie? Sure. Thank you. Thank you very much. Oh, hi. ഗംഭീരമായി. Loved it. Thank you. Thanks a lot for coming. Congrats. Very nice. മീനമ്മേ, നന്നായിരുന്നു. നിങ്ങള് ഡിന്നറിന് പോയില്ലേ? അവിടെ പോയിട്ട് ഈ ചേച്ചിയുടെ തൊണ്ടയിലും ഇറങ്ങണ്ടേ? ഇവളുടെ മനസ്സൊത്ത് ഇവിടെയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിവേ, റോക്കിംഗ് ഷോ മാൻ. ഹലോ. ആ, ഹീസ് യു. അത് ഷോ ആയ കാരണം ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. എപ്പോ? ICU-ലോ? അമ്മച്ചി. What happened? ഹലോ അമ്മച്ചി. ഞാനും വരാം.
ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യാത്ര ചെയ്യണോ? അത് കുഴപ്പമില്ല, കാറിലല്ലേ, ഐ ബി കംഫർട്ടബിൾ. ഓക്കെ മാ. ചെല്ലാം. അലിസുട്ടിയെ, ഇപ്പോഴാണോടാ വരുന്നത്? ഇതെന്ത് കുരുത്തക്കേട് അലിസുട്ടിയെ? ഇമ്മാതിരി വിളച്ചിട്ടൊന്നും എന്നോട് കാണിക്കില്ലേ? ഇടിച്ചു ഷേപ്പ് മാറ്റി ഞാൻ. അതൊക്കെ കർത്താവിൻ്റെ ഒരു തമാശയല്ലയോ മക്കളെ? അത് കള. എങ്ങനുണ്ട് നിന്റെ പാട്ടും കൂത്തും കുടുംബജീവിതവും ഒക്കെ കൂടെ? ആ, അതൊക്കെ അങ്ങനെ പോണു. എന്നതാ മോളെ അവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല വല്യമ്മച്ചി. ഇങ്ങ് വാ. വല്യമ്മച്ചി പറഞ്ഞ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരാഞ്ചെറുക്കൻ തന്നെ അന്ന് ആ വല്യമ്മച്ചിക്ക് തോന്നുന്നത്. ചുരുണ്ട മുടിയൊക്കെയുള്ള തലതെറിച്ച ഒരു ചെറുക്കൻ. മോള് വാ, ഇവിടെ ഇരിക്കെ. മക്കളെ, വല്യമ്മച്ചിക്ക് നന്നായിട്ടറിയാം ഈ കുടുംബമെന്നും കല്യാണമെന്നും ഒക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ. എന്ന് കരുതി അതങ്ങ് മലമറിക്കുന്ന സംഭവമൊന്നും ഒട്ടല്ലേ താനും. പിരിയാനൊരു 100 കാരണങ്ങൾ കാണും മക്കളെ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ ഒരേ ഒരു കാരണം മതി. നിങ്ങൾ പിരിയുമ്പോൾ ആ ഒരു കാരണം നിങ്ങളെ തേടി അങ്ങ് വരും. മോളെ, ദേ ഇവനുണ്ടല്ലോ, എല്ലാം എന്നോട് തുറന്നു പറയും. ജനിച്ചപ്പം മുതൽ ഞാനാ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇല്ലയോടാ കുരുത്തം കെട്ടവനെ? ഓ മതി മതി, പെട്ടെന്നെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് ഓരോ നാരങ്ങ വെള്ളം അടിക്കണ്ടേ? പിള്ളേർ വന്നതല്ലേ, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ വെറുതെ ഇരുന്ന് നടുവേന കൂട്ടണ്ട. അമ്മച്ചി ഇപ്പൊ സ്റ്റേബിൾ ആണല്ലോ, ഇവിടെ ഞാൻ മാത്രം മതി. നിങ്ങൾ ആ മരുന്ന് സമയാസമയം കഴിച്ചോളണേ. എവിടെ ആരും ഓർക്കാൻ? ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. പിന്നെ ഓർമ്മശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ. ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇല്ല, മീനോ? ഒട്ടും അറിയില്ല. അപ്പൊ അവിടെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ ആയിരിക്കും അല്ലേ ഭക്ഷണം? എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, പക്ഷെ ബേക്ക് ചെയ്യാൻ അറിയാം. കേക്ക്സ്. ജീവിതകാലം മൊത്തം കേക്ക് മാത്രം തിന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവൻ എവിടെ പോയാലും എന്റെ ഭക്ഷണം ഇല്ലെങ്കിൽ വലിയ കഷ്ടമാന്നേ. അവൻ അമേരിക്ക പോയ സമയത്ത് ഞാനൊരു മാസം പോയി നിന്നേ. ഓ എന്റെ കർത്താവേ, അവിടുത്തെ ഭക്ഷണം എരിയില്ല, പുളിയില്ല, ഒന്നുമില്ലെന്നേ. ഈ കൊടമ്പുളിയൊന്നും ഇല്ലാതെ എങ്ങനെയാ മീൻ വയ്ക്കുന്നേ? ആ പ്ലേറ്റിനകത്ത് അതങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ കഷ്ടം തോന്നും. ഓ തുടങ്ങി. എല്ലാ അമ്മമാരും വിചാരിക്കുന്നത് മക്കളുടെ കാര്യം അവർ മാത്രമേ ശ്രദ്ധിക്കൂന്ന. നാളെ ഞാനൊരമ്മയായ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അല്ലേ? നീ അവളെ വിളിച്ച് ആ എസ്റ്റേറ്റ് ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചേ. എന്തിനാ ഇതൊക്കെ വിട്ട് അങ്ങനെ ഒരു ലൈഫ്? ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതൊന്നും തന്നെ എവിടെയും വിട്ടു പോവില്ല. എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എവിടെ പോയാലും ഒന്ന് കണ്ണടച്ച ഐ ക്യാൻ ബി ബാക്ക് ഹിയർ. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ആലീസിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ. വല്യമ്മേ, ഇത് ആതിഥ. കല്യാണം കഴിഞ്ഞതും വിശേഷം ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു. ആ വാ. ഈ പാട്ടിനൊക്കെ എന്ത് ഫീലാല്ലേ? അന്ന് രാത്രിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചതിൽ സോറി. ഏയ്
നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ദേ മഴ പെയ്യാൻ പോന്നു, നമുക്ക് പെട്ടെന്ന് അകത്തോട്ടേക്ക് ഇരിക്കാം. ആ. ഈ പാട്ടെന്ന് കേട്ടാ പിന്നെ എന്തമ്മ എന്ത് വീട്. ഇനി ഞാൻ ചത്ത് കിടക്കുമ്പോഴെങ്ങാനും വല്ല പാട്ടും കേട്ടാ ഇവൻ അതിൻ്റെ പുറകെ പോവും. ദേ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാന്നേ, ഇനി എവിടെയായാലും ചിതയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചെവി വന്നൊരു പാട്ട് പാടിത്തരാമെന്നു. ये लाल रंग कब मुझे छोड़ेगा, मेरा गम कब तलक मेरा दिल तोड़ेगा. ये ഇതിവിടെ ഇരിക്കട്ടെ, നിറയെ കൊതുകളാ. മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട. താങ്ക് യു. നാടൊക്കെ ഇഷ്ടായോ? നല്ല ഇഷ്ടമായി. ശരി, ഗുഡ് നൈറ്റ്. യു നോ, ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. ഇവിടെ എൻ്റെ കുറേ മെമ്മറീസ് ഉണ്ട്. ഗുരുവിൻ്റെ മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു. തനിക്കറിയോ, എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ട്. ക്രിസ്മസിന് അത് കഴിക്കാൻ വേണ്ടി ഞാൻ എവിടെയായാലും വരും. പക്ഷേ ഈ ക്രിസ്മസ് ഓസ്ട്രേലിയയിലാവില്ലേ? What happened? അനക്കം തുടങ്ങി, ഉറങ്ങണം. चल के तुझे मैं लेके चलूं एक ऐसे गगन के तले, बस प्यार ही प्यार पले. आ चल के तुझे मैं लेके चलूं एक ऐसे गगन के तले, बस प्यार ही प्यार पले. आ चल के तुझे मैं लेके चलूं एक ऐसे गगन के तले.